ഹലോ, എല്ലാവർക്കും ലൈസ സിമ്പിൾ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹൈദരാബാദി ബിരിയാണി, ചിക്കൻ ബിരിയാണി. അപ്പം അത് ദം ബിരിയാണിനെ കുക്കറിൽ അതെങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് സാധാരണക്കാർക്കായ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഒന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. അപ്പം ഞാൻ ഒരു ദിവസം അത് ഉണ്ടാക്കി നോക്കിയിട്ടാണ്, പ്രാക്ടീസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണത്. അപ്പം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനാവശ്യമുള്ള സാധനങ്ങളും എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ അരി സോക്ക് ചെയ്ത് വെക്കണം. ബസുമതി റൈസ് മാത്രം എടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മുടെ ഇന്ത്യ ഗേറ്റ് നിങ്ങൾക്ക് എടുത്താൽ മതി. നല്ല അരി അത് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ അരമണിക്കൂർ നന്നായിട്ട് കഴുകിയിട്ട് അരി സോക്ക് ചെയ്ത് വെക്കും. ഞാൻ സോക്ക് ചെയ്ത് വെച്ചു ഓൾറെഡി. എന്നിട്ട് നമുക്ക് നല്ലൊരു വലിയ പാത്രത്തിൽ വെള്ളം നന്നായിട്ട് വെക്കുക. സ്റ്റൗ ഓൺ ചെയ്യുക. വെള്ളം തിളച്ചതിന് ശേഷം അരി ഇടാം. അപ്പോൾ അതൊരു സൈഡിലെ വെള്ളം തിളയ്ക്കട്ടെ. നമ്മളിപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഈ അടുത്ത മറ്റേ സ്റ്റൗമ്മേ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് ബിരിയാണി വെക്കാൻ പോണം, ദം ബിരിയാണി. അപ്പോൾ കുക്കറിൽ ഓൾറെഡി ഞാൻ ചിക്കൻ ഇതൊരു 300 ഗ്രാമുള്ള കേട്ടോ. അരി എടുത്തത് 2.5 ഗ്ലാസ്, ഒരു 1/4 kg, ഒരു 250-300 ഗ്രാം വരും അരി. നമ്മുടെ മെഷർമെൻറ്റ് ക്ലാസ്സിൽ ഞാൻ 2.5 ഗ്ലാസ് അരി എടുത്തു. അപ്പം അതിന് വെള്ളത്തിന് അളവില്ല. വെള്ളം നമുക്ക് നന്നായിട്ട് വെച്ചിട്ട് അരി തിളച്ചതിന് ശേഷമാണ് നമ്മൾ കുക്കറിലേക്ക് ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു 250-300 ഗ്രാം ചിക്കൻ, ചെറിയ പീസ് മതി. കണ്ട, വലിയ പീസ് വെക്കല്ലേ, കാരണം നമുക്കത് വേവണം, പിന്നെ ഉള്ളിലേക്ക് മസാല പിടിക്കണം. അപ്പോൾ ചിക്കൻ ചെറിയ പീസായിട്ട്, മീഡിയം പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഓൾറെഡി ഞാൻ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ, 1 സ്പൂൺ മുളക് പൊടി, ഇഞ്ചി 1 സ്പൂൺ, വെളുത്തുള്ളി 1 സ്പൂൺ, പിന്നെ 2-3 പച്ചമുളക്, ഇതെല്ലാം ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് ഓവർനൈറ്റ് വെച്ചത്. ഇന്നലെ രാത്രി ഞാൻ ഇത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ലെമൺ ജ്യൂസ് ഞാൻ പിഴിഞ്ഞിട്ടില്ല. ഇപ്പം നമുക്ക് എടുക്കുമ്പോൾ ലെമൺ ജ്യൂസ് പിഴിഞ്ഞാൽ മതി. ലെമൺ ജ്യൂസ് അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ പിഴിയാൻ പോണ 300 ഗ്രാമിലുള്ള, അപ്പോൾ ഒരു 1/2 മുറി എടുത്താൽ മതി. ലെമൺ ജ്യൂസ് പിഴിഞ്ഞിട്ട് ലെമൺ ജ്യൂസ് പിഴിഞ്ഞ് ഞാൻ കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തിരുമ്മിയിട്ട്. ഇതിവിടെ ഇരിക്കട്ടെ, സ്റ്റൗ ഓൺ ചെയ്യണ്ട, അതവിടെ ഇരിക്കട്ടെ. അരി ഒരു 50-60% അരി വെന്താൽ മതി കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ആവശ്യമുണ്ട്. വെള്ളം തിളച്ചിട്ടില്ല, തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാലകൾ, ഇത് ഒരു സ്റ്റാർ നൈസ് എടുത്തിട്ടുണ്ട്, ഒരു 3 ഏലക്കായ, 2 പട്ട, ഇത് കാണാൻ പറ്റുമെന്ന് എനിക്ക് സംശയം, കണ്ട, പിന്നെ കരയാമ്പൂവ്, ഇതൊരു ജാതിക്കര, ഒരു ചെറിയൊരു പീസ്, ഇത് പെപ്പർകോൺ, ഇതാണ് ഷാജീര, അതൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മസാല കേട്ടോ. ഇത് ഞാനിപ്പോൾ മിക്സിയിൽ പൊടിച്ചുകൊണ്ട് വരട്ടെ. ഇതാണ് ഈ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ മസാല, ഷാജീര, ഇമ്പോർട്ടൻറ്റ്. ഇത് ഇനി നാട്ടിലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുക. ഇപ്പോൾ നാളെ ചെയ്യണവർക്കാണെങ്കിൽ അർജൻറ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ബിരിയാണി പാക്കറ്റ് മേടിക്കില്ല, അതിലെന്തെങ്കിലും മസാല ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലത്തെ മസാല ഇട്ടാൽ മതി. അല്ലാണ്ട് ഇപ്പോൾ രക്ഷയില്ലല്ലോ. ഇത് നല്ലൊരു സ്മെല്ല് വരണതാണ്. പിന്നെ ഇവിടെ ഇരിക്കണ മസാലകൾ നമ്മൾ ഈ വെള്ളത്തിലിടാനുള്ളതാണ്. 3 ഏലക്ക, 2 കുഞ്ഞ് പട്ട, കരയാമ്പൂവ്, ഒരു സ്റ്റാർ, ഞാനൊരു 2 മണി ഷാജീര ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ബേ ലീഫ് ഇടണം, കഴുകിയിട്ട് ഇത് ഇടാം കേട്ടോ. ഇപ്പോൾ ബേ ലീഫ് കഴുകി ഇനി ഇതിലേക്ക് ഇടാം. വെള്ളം തിളയ്ക്കട്ടെ. വെള്ളം തിളച്ചതിന് ശേഷം അരി ഇടാം. ഇനിയിപ്പോൾ നമുക്ക് ഈ മസാല ഞാൻ പൊടിച്ചിട്ട് വരാം. ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ചു കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ സോക്ക് ചെയ്ത അരി ഇടാൻ പോകുന്നു. ഇത് അരി സോക്ക് ചെയ്യുമ്പോഴാണ് അരിക്ക് സോഫ്റ്റ്നെസ് വരുന്നത്. നല്ലൊരു സോഫ്റ്റ് ആവുക ആ മണികൾ, ഇല്ലെങ്കിൽ അത് ഹാർഡായിട്ടിരിക്കും സോക്ക് ചെയ്തില്ലെങ്കിൽ. ഇനി നന്നായിട്ട് തിളച്ചിക്കട്ടെ.
തിളച്ചിട്ട് 1-2 മിനിറ്റ് അത്ര വരുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ. ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് നിങ്ങളുടെ ഇതനുസരിച്ചിട്ടുള്ളൂ. എന്നിട്ടൊന്ന് നോക്കിയുള്ളൂ ഉപ്പുണ്ടോന്ന് കേട്ടോ. കാരണം വെള്ളം അധികം ഉണ്ടല്ലോ. ഇനി അത് തിളക്കട്ടെ. നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പം ചിക്കനിലേക്ക് ഞാനെടുത്ത സവാള ആവശ്യമുണ്ട്. ഈ മീഡിയം 4 സവാള ഞാൻ കട്ട് ചെയ്തെടുത്താണ്. അതുപോലെ ഗാർലിക് പേസ്റ്റ് എടുത്തത് ഇതുപോലെ ഒരു ബോള് ഗാർലിക്ക്. പിന്നെ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതിന് പേസ്റ്റ് എടുത്തിരിക്കണം. പിന്നെ 2-3 പച്ചമുളകും കൂടി ഒരുമിച്ചിട്ടിട്ട് അടിച്ചു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ ഓണിയൻ ഫ്രൈ ചെയ്തത്. അതിനെ ഞാൻ ഒരു 3 മീഡിയം ടൈപ്പ് ഓണിയൻ എത്ര ഗ്ലാസ് ആയിരിക്കും 300 ഗ്രാം, അതായത് 250 ഗ്രാം 2 ഗ്ലാസ് അരിയുടെ കണക്കുണ്ടിട്ടത് ഇത്ര. ഇനി ഇതിൽ ഒരു പോർഷൻ നമുക്ക് ചിക്കനിലേക്ക് ഇടണം. പിന്നെ ബാക്കി കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണം. അതുപോലെ മസാല ചിക്കനിലേക്ക് വേണം, ഗാർണിഷ് ചെയ്യാൻ വേണം. പിന്നെ കൊത്തമല്ലി, മല്ലിയില, പുതിനയില, ഗാർണിഷ് ചെയ്യാൻ കാഷ്നട്ട് ആൻഡ് കിസ്മിസ്. അപ്പോൾ ഇത്രയ്ക്കാണ് ആവശ്യം. പിന്നെ നമുക്കൊരു യെല്ലോ കളർ വരും ഇല്ലേ, ഈ ബിരിയാണിയിൽ ഒരു യെല്ലോ കളറ് മിക്സ് ചെയ്ത് വരും. അതിന് സാഫ്രോണാണ് പാലിലിട്ട് ചെയ്യണം. പക്ഷെ ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടാണ്. കണ്ട, മഞ്ഞളിട്ടിട്ട് സാഫ്രോൺ ഇല്ല, മഞ്ഞളിട്ടിട്ട് പാലിൽ കുറച്ച് ഒരു 1/2 സ്പൂൺ മഞ്ഞൾ കലക്കി വെച്ചിട്ടുണ്ട് ഒരു 1/2 ഗ്ലാസ് പാലിൽ. ഇനിയിപ്പോൾ നമുക്ക് ഇത് വെള്ളം തിളച്ചു തുടങ്ങി. അരിയുടെ വേവ് നമുക്ക് നോക്കണം. അതിൻ്റെ ഇടയിൽ ഇതിൽ ഒരു പോർഷൻ, ഒരു കൈ പിടിയെടുത്തിട്ട് മിക്സിയിലൊന്ന് ഒരു പൾസ് ഒരു കറക്കിയിട്ട് ഇത് കണ്ട ഇത്ര ഒരു കൈ എടുത്തിട്ട് ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യണം കേട്ടോ. 2 മിനിറ്റ് ആയിട്ടുള്ളൂ. ഈ അരിയുടെ വേവ് കണ്ട 2 മിനിറ്റ് ഇട്ടാൽ മതി. കണ്ട ഇത്ര മതി. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരിയിട്ട് ചിക്കനിലേക്ക് ഇടണം. ഇതേ കുക്കറിൽ ഞാൻ ഓൺ ചെയ്തിട്ടില്ല. ഓൾറെഡി ഞാനിത് ഓണിയൻ ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല, നമ്മൾ മസാല പൊടിച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഷാജീരകം വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്കത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. 1 സ്പൂൺ ഇട്ടിട്ട് 1.5 സ്പൂൺ, ഇതുകൊണ്ട് ഒരു 1.5 സ്പൂൺ ഇട്ടുണ്ട്. പിന്നെ ഈ മസാലപ്പൊടിയും കുറച്ച് നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണം. പിന്നെ ഇതിലേക്ക് മല്ലിയില, ഇത് പുതിനയിലിട്ടത്, ഇത് മല്ലിയില കുറച്ച് ഇട്ടോട്ടെ. എൻ്റെ കയ്യിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ മേടിക്കാൻ പോകണം. മല്ലിയില ഇപ്പോൾ ഒരു കൈൻ്റെ ഇത്രയ്ക്ക് നിങ്ങൾക്ക് ഇടാം. ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ എടുത്തിട്ട് ഇടാം മല്ലിയിലയും പുതിനയില. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇതിപ്പോൾ 300 ഗ്രാം ഉള്ളോട്ടെ ചിക്കൻ, 2.5 ഗ്ലാസ് അരി. അപ്പോൾ അരിയും 300 ഗ്രാം തന്നെ കണ്ട. പിന്നെ അരിക്ക് വെള്ളത്തിൻ്റെ കണക്കില്ല. വെള്ളം നന്നായിട്ട് വെച്ചിട്ട് ഇത് കോരിയെടുക്കുക. ഇനി ഞാനിത് സ്ട്രെയിൻ ചെയ്യാൻ പോകണം. ഇപ്പം ഇതെല്ലാം മിക്സ് ചെയ്തു. മസാലകളും ഇതെല്ലാം കൂടി കൈയോണ്ടല്ലേ മിക്സ് ചെയ്തോ, എന്നാലും അതെല്ലായിടത്തും പിടിക്കും. ഇത് ഒരു നൈറ്റ്, ഇപ്പോൾ രാത്രി നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. കാരണം അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ അത് ഇറച്ചി സോഫ്റ്റ് ആവും ചെയ്യും. കാരണം നമ്മളിതിൽ അധികം വെള്ളമൊന്നും ഒഴിക്കില്ലല്ലോ, ഇറച്ചി വേവിക്കണില്ലല്ലോ. ദം ചെയ്തിട്ടാണ് ഇറച്ചി വേവിക്കണത്. അപ്പോൾ ഇത് സോഫ്റ്റ് ആയിട്ട് വരും ചെയ്യും ചിക്കൻ. പിന്നെ പെട്ടെന്ന് വേവും ചെയ്യും. ചെറിയ പീസാകുമ്പോൾ പെട്ടെന്ന് വേവും ചെയ്യും, മസാല പിടിക്കും ചെയ്യും, ഒക്കെ ചെയ്യും. അപ്പം ഇനിയിപ്പോൾ ഞാൻ ഇത് കോരിയിട്ടിടണോ, ഇതിങ്ങനെ കോരണോ. ദം ചെയ്യാനുള്ളത് കണ്ട, ഒരു ട്രിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിത് ശരിയാക്കട്ടെ. ഇപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ചെറിയ ലോ ഫ്ലെയിമിലിടുക. സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. അരി ഇട്ടിട്ടുണ്ട് ഒരു ട്രിപ്പ്. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഇടണം. കുറച്ച് ഗരം മസാല, ഇതിൻ്റെ മസാല കുറച്ച് പൊടിച്ചത്, കുറച്ച് ഓണിയൻ കണ്ടോ,
കുറച്ച് കൊത്തമല്ലി, അതായത് മല്ലിയില, ഒരു സ്വല്പം മല്ലിയിലയും പിന്നെ പുതിയനയിലും നിങ്ങളുടെ ഇഷ്ടത്തിട്ടാ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ട്രിപ്പ് കാഷ്നട്ട്, കിസ്മിസ് ഇട്ടുണ്ട്. രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇടണു. ഇങ്ങനെ കോരിയിട്ട് ഒരു തുണ്ട് വെള്ളമൊക്കെ വന്നോട്ടെ കേട്ടോ. കാരണം എന്നാലല്ലേ നമുക്ക് ചിക്കൻ വേവാൻ പറ്റുള്ളൂ. നമ്മൾ വെള്ളമൊന്നും വേറെ ഒഴിക്കണില്ലല്ലോ. കുറച്ചും കൂടി ഉണ്ടതില്ല. ഇങ്ങനെ വാറ്റിയിട്ട് ഇപ്പോൾ ഒരു തുള്ളിയോ 2 തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. രണ്ടാമത്തെ ട്രിപ്പും അരി ഇട്ടു. ഇനിയിപ്പോൾ അതിലേക്കും നമ്മൾ ഇതുപോലെ തന്നെ സ്വല്പം ഗരം മസാല, ഷാജീരകം കൂടി മിക്സ് ചെയ്തത് പൊടിച്ച മസാല, ഫ്രൈഡ് ഓണിയൻ, ഇനി എന്തായാലും അതിടാം. ദം ചെയ്യൽ ഇത് കഴിഞ്ഞു, അരി കഴിഞ്ഞു. ഓണിയൻ ഇട്ടില്ലേ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ലെമൺ ഒഴിക്കാം. അപ്പോൾ അതിലേക്കും ഈ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കും കാഷ്നട്ടും കിസ്മിസ് ഇട്ടു, ഫ്രൈഡ് ഓണിയൻ, മല്ലിയില, പുതിയനയില, ഗരം മസാല, ഞാനൊരു സ്വല്പം നാരങ്ങ നീര് ഒഴിച്ചു. ഇനി നമുക്കത് പാലിലെ മഞ്ഞൾ കലക്കിയ വെള്ളം ചുറ്റും ഒന്ന് ഓടിക്കുക. 1 2 3 4 5 ഒരു സ്വല്പം ഒഴിച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ കാഷ്നട്ട് ഇതും ആക്കി വെച്ച നമ്മുടെ നെയ്യ് ഉണ്ടല്ലോ, നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടാൽ മതി ഇട്ടാ. പിന്നെ നമ്മുടെ ഓണിയൻ വറുത്ത് വെച്ച ഒരു സ്വല്പം എണ്ണ. അപ്പോൾ ഇതൊക്കെ ഒഴിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് അടി പിടിക്കില്ല. ഇപ്പോൾ ചെറിയ തീയിലിരുന്നിട്ട് വേവണേട്ടാ. ചെറിയ തീയില ഞാൻ വെച്ചിരിക്കണേ. ഒരു അരമണിക്കൂർ ചെറിയ തീയിൽ വെക്കാം. കുക്കർ അടച്ചിട്ട് വെയിറ്റ് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ കുക്കർ അടയ്ക്കണം. ചെറിയ ഫ്ലെയിമിൽ വെക്കുക. ഞാൻ വെയിറ്റ് ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കുക്കർ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എൻ്റെ കുക്കറിൽ വിസിൽ വരില്ല. അരമണിക്കൂർ ആവുമ്പോഴേക്കും ഇങ്ങനെ വിസിൽ വന്ന് തുടങ്ങുമ്പോഴേക്കാണ് വേഗം ഓഫ് ചെയ്യും. വിസിൽ വരാൻ പാടില്ല കേട്ടോ. പളിപ്പിളിയാവും ചോറ്. പിന്നെ ചെറിയ തീയിൽ തന്നെ അരമണിക്കൂർ വയ്ക്കുക, ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ. ഇതാണ് ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ കൃത്യം അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ. 1 മണിക്ക് തൊട്ട് 1:30 വരെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ചൂടുണ്ടാവുമല്ലോ. കണ്ട ആവി പറക്കണുണ്ട്. അപ്പം ജസ്റ്റ് ഇപ്പം ഞാൻ ഓഫ് ചെയ്തു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു സ്പേസ് നിങ്ങൾ നോക്കി നോക്കാം. നമ്മുടെ ചിക്കൻ വെന്തോ ഇല്ലേന്ന്. അപ്പോൾ നമുക്കത് എടുത്ത് നോക്കുമ്പോൾ കാണാം. കണ്ട ചിക്കൻ വെന്തിട്ടുണ്ട് ഓൾറെഡി. ഇനി അത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സെർവ് ചെയ്യണ സമയത്തിനേക്കാളും ഒരു 10 മിനിറ്റ് മുമ്പ് സെർവ് ചെയ്താൽ മതി. അപ്പോൾ അതിങ്ങനെ തന്നെ മൂടി വയ്ക്കുക കുക്കറിൽ. കണ്ട അരി വെന്തു. എല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ടേസ്റ്റ് നിങ്ങൾ കഴിച്ചു നോക്കണില്ലല്ലോ അല്ലേ. ഇപ്പം ആ മഞ്ഞ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടേട്ടാ. സാഫ്രോണിന് പകരം മഞ്ഞ കളർ കണ്ട. അപ്പം നമുക്കിത് ഒന്ന് ഇളക്കിയിടാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണ വരെ ഒന്ന് മിക്സ് ചെയ്തിടാം. കണ്ട ആവി വരണണ്ട. ഇതെന്തായാലും ഇത് അടിപിടിക്കില്ല. ആരും പേടിക്കണ്ട കേട്ടാ. കാരണം നമ്മളത് ചെറിയ ചിക്കണിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം എറിഞ്ഞു വരും. പിന്നെ നമ്മൾ പാല് ഒരു 5-6 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ കാഷ്നട്ടും കിസ്മിസും വറുത്ത നെയ്യ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ
ചിക്കൻ്റെ മീതെ നമ്മൾ വറുത്ത ഒണിയനും പിന്നെ ഗരം മസാല ഒക്കെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്തില്ലേ, അപ്പം നമുക്ക് വേണമെങ്കിൽ ഒണിയൻ വറുത്ത എണ്ണ ഓയിൽ 1 സ്പൂൺ വേണമെങ്കിൽ 2-3 സ്പൂൺ വേണമെങ്കിൽ അതിൻ്റെ മീതെ നിങ്ങൾക്ക് ഒഴിക്കാം. ഞാൻ അധികം ഓയിൽ ആവണ്ടെന്ന് വെച്ചിട്ട് അത് ചെയ്യാൻ കേട്ടോ. കാരണം മീതെ ഓൾറെഡി നെയ്യ് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, ഒഴിച്ചിട്ടില്ല. കണ്ട ചിക്കനൊക്കെ വെന്ത് കണ്ട നല്ല പാകമായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ എല്ല് കാണുമ്പോൾ തന്നെ അറിയാലോ ചിക്കൻ വെന്തിട്ടുണ്ടെന്ന്, മാംസം ഇട്ടുണ്ട്. ഇത് നിങ്ങൾ ആരും പേടിക്കാണ്ട് ധൈര്യത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുക. വെള്ളം ഒട്ടും വേണ്ട, അല്ലാതെ തന്നെ ചിക്കൻ ചിക്കൻ ഒരു ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണം. ഇല്ലെങ്കിൽ മാക്സിമം 1 hour or 2 hour നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുക എല്ലാതും. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ മസാലകളും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. നാളെ ന്യൂ ഇയർ അല്ലേ, നിങ്ങളെല്ലാം ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ചുറ്റും ഞാൻ ഓംലെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേസ്റ്റ് നോട്ട് കേട്ടോ. വിശക്കണം, സ്മെല്ല് കേട്ടപ്പോൾ ഭയങ്കര വിശപ്പ്. സൂപ്പർ. അപ്പോൾ നാളെ ഹാപ്പി ന്യൂ ഇയർ ആണ് എല്ലാവർക്കും. എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം നമുക്ക് എല്ലാവർക്കും 21 നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ സമയമാകട്ടെ. എല്ലാവർക്കും നല്ല സമയമാവട്ടെ. പിന്നെ നമ്മുടെ കൊറോണ എത്രയും പെട്ടെന്ന് പോവാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം നന്നായിട്ട്. അങ്ങനെ ഹാപ്പി ന്യൂ ഇയർ എവരിബഡി. ബൈ.